നമസ്കാരം. ജാഗ്രത ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയം DCCയിലാണ്. നമ്മുടെ DCC പ്രസിഡന്റ് ശ്രീ നാട്ടകം സുരേഷ് നമ്മളോടൊപ്പം ചേരുകയാണ്. സാർ നമസ്കാരം. സാർ, ഇപ്പം വോട്ട് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. എന്താണ് ഈ ഒരു നിമിഷത്തിൽ തോന്നുന്നത്? ഞങ്ങൾ വലിയ വിജയപ്രതീക്ഷയിലാണ്. വിജയപ്രതീക്ഷ മാത്രമല്ല, ഞങ്ങളുടെ ഭൂരിപക്ഷം വലിയ ഭൂരിപക്ഷത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ നല്ല തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ നടത്തിയത്. നല്ല ചിട്ടയായ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തി. ഞങ്ങളുടെ പ്രവർത്തകരെല്ലാവരും വളരെ സജീവമായി അവർ ഉണ്ടായിരുന്നു. ജനങ്ങളുടെ ഒരു പ്രതികരണം ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായിട്ടുള്ള വലിയൊരു ജനവികാരം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് വിട്ടിട്ട് മുന്നണിയെ ചതിച്ചു എന്നുള്ള ആ ഒരു പ്രതികാരം ഞങ്ങളുടെ പ്രവർത്തകരുടെയും വോട്ടർമാരുടെയും ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കൊരു വാശി ഉണ്ടായിരുന്നു. ഒരു മധുര പ്രതികാരം ചെയ്യണം എന്നുള്ള ഉണ്ടായിരുന്നു എല്ലാവർക്കും. അതുകൊണ്ട് ഇതുവരെ കാണാത്ത നിലയിലുള്ള ഒരു നല്ല തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് ഞങ്ങൾ ഈ പ്രാവശ്യം ഞങ്ങളുടെ താഴെ തട്ട് മുതൽ മുകൾ തട്ട് വരെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ വലിയ ആത്മവിശ്വാസത്തിലാണ്. ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. ഇല്ല, ഇപ്പൊ ഇത്തവണത്തെ വോട്ടിംഗ് ശതമാനം നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു കുറവുണ്ട്. 65.75% ഇവിടെ കോട്ടയത്ത് റിപ്പോർട്ട് ചെയ്തത്. അത് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ റിപ്പോർട്ടിനെ അല്ലെങ്കിൽ ഇലക്ഷൻ റിസൾട്ടിനെ ബാധിക്കുമെന്ന് കരുതുന്നു? ഒന്നുമില്ല, ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ച ഭയമില്ല. ഞങ്ങൾക്ക് കിട്ടുന്ന റിപ്പോർട്ടൊക്കെ ഞങ്ങളുടെ വോട്ടർമാരെല്ലാം വന്ന് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന റിപ്പോർട്ട്. പിന്നെ ഈ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് ഇപ്പം പറയുന്ന പ്രകടനം, ഇപ്പം നമ്മുടെ വോട്ടർ പട്ടികയിൽ ഉള്ള പേരുള്ളതിലെ കുറേയേറെ ആളുകൾ ഈ സ്ഥലത്തില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പ്രത്യേകിച്ച് യുവാക്കൾ സ്ഥലത്തില്ല. പിന്നെ മരണപ്പെട്ടവരുടെ വോട്ടുകൾ നീക്കം ചെയ്തിട്ടില്ല, വോട്ടർ പട്ടിക കിടപ്പുണ്ട്. അപ്പം അതുകൊണ്ട് വലിയൊരു കുറവായിട്ട് ഞങ്ങൾക്കിതിനെ തോന്നുന്നില്ല. പക്ഷെ ഇതൊക്കെ കൃത്യമായി ഇലക്ഷൻ കമ്മീഷൻ കുറേ കൂടി ഈ കാര്യം മരണപ്പെട്ടവരുടെയും നീക്കം ചെയ്യേണ്ടവരുടെ എല്ലാം എഴുതി കൊടുത്തിട്ടുള്ളതായിരുന്നു. ആ കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ കുറേ കൂടിയും ജാഗ്രത പുലർത്തേണ്ടായിരുന്നു എന്ന് തോന്നുന്നു. മറ്റൊന്ന്, ഈ ഉദ്യോഗസ്ഥന്മാർ, ചില കുറേയേറെ ബൂത്തുകളിൽ ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുന്നത് മുഴുവൻ CPM അനുഭാവികളായിരുന്നു. അവര് UDF ഭൂരിപക്ഷം കിട്ടുന്ന സ്ഥലങ്ങളിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് പുതുപ്പള്ളി, കടുത്തുരുത്തി, അങ്ങനെ ഞങ്ങൾക്കൊരു അപ്രമാദിത്വമുള്ള മേഖലകളിലൊക്കെ അവർ ബോധപൂർവമായി ഈ വോട്ടിങ് താമസിപ്പിച്ചു. അതായത് ഓരോ വോട്ടറെ പേര് വിളിച്ച് അകത്ത് കയറ്റി സ്ലിപ്പ്, ക്രമനമ്പർ പരിശോധിച്ച്, ID കാർഡ് പരിശോധിച്ച്, ഒപ്പിടിച്ച്, മഷി പുരട്ടി ചെന്ന് വോട്ട് ചെയ്ത് ബീപ് ശബ്ദം കേട്ടതിന് ശേഷമാണ് ആ ആളിനെ ഇറക്കിയിട്ട് അടുത്ത ആളിനെ വിളിക്കുന്നത്. ഒരാളിനെ വിളിച്ച് അയാളുടെ വോട്ടർ പട്ടികയിൽ അയാളെ പരിശോധിച്ച് കഴിഞ്ഞാൽ അപ്പുറത്തോട്ട് നിന്ന് അയാളെ ഒപ്പിടിച്ച് കഴിഞ്ഞാൽ മഷി പുരട്ടി നേരെ വോട്ട് ചെയ്യാൻ കയറ്റി വിട്ടിട്ട് അടുത്ത ആളെ വിളിക്കണം. അപ്പോൾ ഒരു സമയത്ത് 3 പേർക്ക് ഈ പോളിംഗ് സ്റ്റേഷനകത്ത് കയറി നിൽക്കാം. അപ്പം ഒരാൾ വോട്ട് ചെയ്യുന്നു, ഒരാളുടെ കയ്യെ മഷി പുരട്ടുന്ന നടപടി വരെയായി. ആ വോട്ട് ചെയ്ത ആൾ ഇറങ്ങിയ ഉടനെ ഈ മഷി പുരട്ടിയ ആൾക്ക് കയറാം. അന്നേരം അടുത്ത ആൾ ഇങ്ങനെ വന്നു കഴിഞ്ഞു, മഷി പുരട്ടുന്ന ആ ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു. അപ്പം അങ്ങനെ ആകുമ്പോൾ വളരെ പെട്ടെന്ന് നടക്കും. ഇതിപ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ട് 3-4 മിനിറ്റ് എടുക്കുകയാണ്. അതും 1300-1400 വോട്ടർമാരുള്ള ബൂത്തിലാണ്. അവിടെയൊക്കെ ഓക്സിലറി ബൂത്തുകൾ വേണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ട് അതൊന്നും ചെയ്തില്ല. ഞങ്ങൾ ഇന്നലെ ചെന്ന പുതുപ്പള്ളിയിൽ ഒരു ബൂത്തില് ഒരു ഇടനാഴിക്കകത്ത് ജനങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിന്നിട്ട് വേർത്തൊഴുകുക ആളുകളെ. പക്ഷെ അവര് പറഞ്ഞ ഒരു കാര്യമുണ്ട്, സാറേ, ഞങ്ങള് എത്ര ഇവിടെ നിന്ന് വേർത്താലും ഞങ്ങൾ വോട്ട് ചെയ്തിട്ടേ പോകുള്ളൂ. ഭൂരിപക്ഷം ഏതെങ്കിലും രീതി കുറയുന്നുവല്ല ഈ ഒരു കാരണങ്ങളാൽ കുറയുന്നു? ഒന്നുമില്ല. ഞങ്ങളുടെ ഭൂരിപക്ഷം വർദ്ധിക്കും. പക്ഷെ ഇങ്ങനെ കുറച്ച് ആളുകളെ മനഃപൂർവ്വം ഒരു ചെയ്തു. അപ്പം ഞങ്ങൾ നിൽക്കുമ്പോൾ തന്നെ ഒരു ഭാര്യയും ഭർത്താവും കൂടെ അവര് കട അടച്ചിട്ടിട്ടാണ് വന്നത്. അപ്പൊ അവരെന്നെ കട തുറക്കണം സാറേ, ഞങ്ങൾ വൈകുന്നേരം വന്ന് ചെയ്തോളാം എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടങ്ങ് പോയി. അവർ വന്ന് കാണുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഒരു പക്ഷേ ഏതെങ്കിലും കാരണവശാൽ അങ്ങനെ വന്നിട്ട് പോയവർക്ക് പിന്നെ വരാൻ പറ്റാതെ വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. അങ്ങനെ വളരെ വിരലിലുണ്ടാവുന്ന വോട്ട് വല്ലതും പോകാൻ സാധ്യത ഉണ്ടാകാം. പക്ഷേ അതൊന്നും ഞങ്ങളെ ബാധിക്കില്ല. കോട്ടയത്ത് നമ്മുടെ ഈ സ്ഥാനാർത്ഥിയുടെ ഒരു പ്രകടനം എങ്ങനെ ഉണ്ടായിരുന്നു? ഈ ഇത്രയും ഒരു 1-2 മാസത്തെ പ്രചരണം ഉണ്ടായിരുന്നു, സ്ഥാനാർത്ഥിയുടെ ഒരു പ്രകടനം എങ്ങനെ ഉണ്ടായിരുന്നു? ഏറ്റവും ഞങ്ങളെ അതിശയിപ്പിക്കുന്ന ഒന്നാണ് സ്ഥാനാർത്ഥി.
56 ദിവസം രാപകലില്ലാതെ അദ്ദേഹം കഷ്ടപ്പെട്ടിട്ട് അദ്ദേഹത്തിന് ഒരു തളർച്ചയുമില്ല. ആ, അത് നല്ല ചുറിയുറുക്കോടെ 20 വയസ്സുള്ള പിള്ളേർ നടക്കുന്ന അല്ലേ അദ്ദേഹം നടക്കുക. അത് ഞങ്ങൾക്കത് ആവേശം. സാധാരണ ഈ രാത്രിയൊക്കെ ആയി അലഞ്ഞു വന്നു കഴിയുമ്പോൾ ഒന്ന് മനുഷ്യൻ ഒന്ന് ക്ഷീണം ഒന്ന് യാത്രക്കിടെ കണ്ണടയ്ക്കുകയൊക്കെ ഒന്ന് ഉറങ്ങ. ഇതൊന്നുമില്ല. പുള്ളി ഭയങ്കര ലൈവാ. പുള്ളിക്ക് ഒരു പ്രശ്നമില്ല. നല്ല അതാണ് ഞങ്ങളുടെ ഒരു ക്യാമ്പിന് ഭയങ്കര ഒരു ഉണർവും ആവേശമായിരുന്നു. അതൊരു പ്രത്യേകതയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റുകയില്ല. സ്ഥാനാർത്ഥി നെഗറ്റീവ് ഒന്നുമില്ല സ്ഥാനാർത്ഥിക്ക്. ഒരു വാക്ക് പോലും പറയാം. അവസാനം ഇവര് കണ്ടുപിടിച്ചോണ്ട് പിന്നെ മകനെ അങ്ങേര് വളരെ കൃത്യമായിട്ട് അതിന് മറുപടിയും പറഞ്ഞു. അതോടുകൂടി അവരുടെ ഇടതുമുന്നണിയുടെ വായ അടഞ്ഞു. അപ്പം ഒന്നും നെഗറ്റീവായിട്ട് ഒന്നും പറയാനില്ലാത്തൊരു സ്ഥാനാർത്ഥി, ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള സ്ഥാനാർത്ഥി. വളരെ നല്ല തെരഞ്ഞെടുപ്പായിരുന്നു. ഇപ്പൊ ഇവിടുത്തെ കോട്ടയംകാരുടെ വലിയൊരു പ്രശ്നമാണ് റബ്ബർ വിഷയം. അത് ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും രീതിയിൽ വോട്ടായി വരും എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും റബ്ബർ കർഷകരുടെ വോട്ട് ഞങ്ങൾക്ക് ലഭിക്കും, നെൽകർഷകരുടെ വോട്ട് ഞങ്ങൾക്ക് ലഭിക്കും. കാർഷിക മേഖലയിലെ മുഴുവൻ വോട്ടർമാരുടെയും, അത് കൃഷി ചെയ്യുന്ന മുതലാളിമാരുടെ മാത്രമല്ല, ആ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ എല്ലാവരുടെയും വോട്ട്. കാരണം ആ മേഖലകൾ തകർന്നു പോയി. ഇപ്പം കോട്ടയത്തിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങൾ എന്ന് പറയുന്നത് നെൽകൃഷിയുടെ ഒരു മേഖലയാണ്. ഞാനൊരു നെൽകർഷകനാണ്. നമ്മൾ എത്ര കഷ്ടപ്പെട്ട് ഉള്ള സ്വർണ്ണം എല്ലാം കൊണ്ട് പണയം വെച്ച് പലിശയ്ക്ക് ബാങ്കിൽ നിന്ന് എടുത്ത് എല്ലാം മറ്റുള്ളവരോട് പലിശയ്ക്ക് മേടിച്ച് ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും കൃഷി ഇറക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെല്ല് കൊടുത്താൽ ഉടനെ പൈസ കിട്ടും എന്നുള്ളതാണല്ലോ നമ്മുടെ കണക്കൂട്ടൽ. പൈസ കിട്ടാനുണ്ട് 6-7 മാസം എടുക്കുക. അപ്പൊ അടുത്ത വിളവിറക്കാനായിട്ടുള്ള സമയമായി. ഇപ്പൊ ഈ പ്രാവശ്യം ഞാൻ പാട്ടത്തിൽ കൃഷി ചെയ്യുന്ന ആളാണ്. അപ്പം കഴിഞ്ഞ വർഷം വരെ നമ്മൾ ആള് അന്വേഷിച്ച് നടക്കും പാട്ടത്തിനെ കണ്ടെടുക്കാൻ, കൃഷി നിലയെടുക്കാൻ വേണ്ടിയിട്ട്. ഈ പ്രാവശ്യം എന്നെ ഇങ്ങോട്ട് ഒത്തിരി പേര് വിളിക്കുക, സുരേഷ് ഞാൻ എൻ്റെ കണ്ടം കൊടുക്കാൻ എന്ന് തീരുമാനിച്ചിരിക്കുക. പിന്നെ താല്പര്യമില്ല ആളുകൾക്ക്. ശരിക്കും പറഞ്ഞാൽ കാർഷിക മേഖലയ്ക്ക് സർക്കാർ വലിയ പരിഗണന കൊടുക്കുകയും കർഷകരെ സഹായിക്കുകയും വേണം. കാരണം ഈ മേഖലയിൽ നിന്ന് പുതിയ തലമുറ മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ തലമുറ ഈ മേഖല, ഇപ്പം നെൽകൃഷിയിൽ പുതിയ തലമുറയില്ല. ഇപ്പം ഞങ്ങളെയൊക്കെ പോലെ പരമ്പരാഗതമായിട്ട് ഇങ്ങനെ കൃഷിയോട് ആഭിമുഖ്യമുള്ള ആളുകളെന്നല്ല, അല്ലാതെ പുതിയ ചെറുപ്പക്കാർ നമ്മുടെ സംസ്ഥാന സർക്കാർ മുൻകൈ എടുക്കുന്നില്ലെന്ന് തോന്നുന്നു. മുൻകൈ എടുക്കുന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഞാൻ കണ്ടെത്തി എൻ്റെ മകനോട് എടാ കൊയ്ത്താടാ നമുക്ക് അവിടെ വരെ ഒന്ന് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വരികയില്ല. മനസ്സിലായി? ആ സമയത്ത് ഞാൻ കുഞ്ഞായിരിക്കുമ്പം തൊട്ടേ കണ്ടെത്തിക്കൂടെ നടക്കുക. കാരണം അത് വീട്ടിൽ അച്ഛനൊക്കെ ആണെങ്കിലും, അച്ഛന് സർക്കാർ ജോലി ഉണ്ടായിരുന്നെങ്കിൽ പോലും കൃഷി ഉണ്ടായിരുന്നു. പരമ്പരാഗതമായി ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും ചെറിയ 1 ഏക്കറോ 1.5 ഏക്കറോ ഒക്കെ അങ്ങനെ കൃഷി ചെയ്ത് ജീവിക്കുന്ന ആളുകളായിരുന്നു.